മറ്റൊരു വാർത്തയിലേക്കാണ്. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതിന്റെ കേന്ദ്രം പറവൂരും തിരുവനന്തപുരവുമാണ്. കോൺഗ്രസ് തന്നെയാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും KN ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. അല്ല, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രചാരകരായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, ഒട്ടേറെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ വിവരങ്ങളൊക്കെ ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വ്യക്തമാക്കുന്നത് ശരിയല്ല, അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയാം. അല്ല, അത് അവരല്ലേ നമുക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളാണ് അത് വ്യക്തമാക്കേണ്ടത്. എൻ്റെ മേലൊരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ. ഗൂഢാലോചന ഉണ്ടല്ലോ, ഇത് ഗൂഢാലോചനയുണ്ട്, ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാകാം. അതൊക്കെ എന്താണെന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് തീർച്ചയായിട്ടും വ്യക്തമാകും. ആലോചനയുടെ കേന്ദ്രമൊക്കെ ഈ നമ്മുടെ ജില്ലയിലും പറവൂരും തിരുവനന്തപുരത്ത് ഷാജഹാൻ്റെ കേന്ദ്രമൊക്കെ ആയിട്ടായിരിക്കുമല്ലോ. പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത്, സൈബർ ആക്രമണത്തിൻ്റെ പ്രത്യേകത പിന്നീട് ഏറ്റെടുക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എന്ന് കരുതപ്പെടുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എതിർ രാഷ്ട്രീയം, വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ പിന്നെ ഇത് ഏറ്റെടുക്കുമല്ലേ. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ ഹൈക്കോടതി സമീപിക്കുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ്, ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി പോലീസിനോട് ഈ സൈബർ അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇതിൽ പോലീസിൻ്റെ നടപടികൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? നിലവിൽ എത്ര പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരുന്നത്? ഗോപാലകൃഷ്ണന് പുറമെ മറ്റ് പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ടോ? ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് എറണാകുളം സെഷൻസ് കോടതിയാണ് പോലീസിനോട് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തേടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതായത് KJ ഷൈൻ്റെ പേര് താൻ സമൂഹ മാധ്യമങ്ങളിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് താൻ തെറ്റും ചെയ്തില്ല. പക്ഷേ ഇത്തരത്തിലൊരു പരാതിയും, അത് പ്രത്യേകിച്ചും ലൈംഗിക അധിക്ഷേപ പരാതി ആയതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഭയന്നിട്ട് തന്നെയാണ്, അത് അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് താൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത് എന്നാണ് ഗോപാലകൃഷ്ണൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ്, അതേ തുടർന്നാണ് ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസിനോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തനിക്ക് നൽകേണ്ടുന്ന ആവശ്യകത, അല്ലെങ്കിൽ താൻ ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ KJ ഷൈനെതിരെ നടത്തിയിട്ടില്ല എന്നുള്ള വാദമുഖമാണ് ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഗോപാലകൃഷ്ണന്റെ ഭാര്യയും പരാതി നൽകിയിട്ടുണ്ട്. വൈപ്പിൻ MLA പറയുന്നത് ഇങ്ങനെയാണ്: ഗോപാലകൃഷ്ണന്റെ ഭാര്യയ്ക്കെതിരെ ആരും സൈബർ ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയം ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിന് മറുപടി എന്നുള്ള നിലയിൽ ഗോപാലകൃഷ്ണനെതിരെ സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാകാം. അതൊരു സ്വാഭാവിക പ്രതികരണമായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷേ ഗോപാലകൃഷ്ണന്റെ ഭാര്യയെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് അവർ പരാതി നൽകിയതെന്ന് അറിയില്ല. അങ്ങനെയാണ് ഇതിന് പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് വൈപ്പിനല്ല, തിരുവനന്തപുരവും അതുപോലെ പറവൂരുമാണ് എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ MLAയും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രതികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഷാജഹാൻ ഉൾപ്പെടെയുള്ള പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കത്തിൽ തന്നെയാണ്. അതിനുശേഷം, അതായത് 3 ദിവസത്തിന് ശേഷം പോലീസ് ഗോപാലകൃഷ്ണന്റെ കേസിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് പനിഷബിൾ ഓഫൻസ് ആണ്, അത് ജാമ്യമില്ലാത്ത. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും. നമസ്കാരം.